ആടുജീവിതം ദ ഗോഡ് ലൈഫിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റിലേക്കാണ് നമ്മളിനി നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു കലാകാരൻ അല്ലെങ്കിൽ ഒരു കലാകാരന്മാരെന്ന നിലയിൽ നമ്മൾ ഏറ്റവും അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതും ഈ ഒരു ഗാനം തന്നെയായിരിക്കും. ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി, ഒരു ബെറ്റർ ലിവിങ് ആഗ്രഹിച്ച് പല നാടുകളിലായിട്ട് പോകുന്നവർക്ക് വേണ്ടി പ്രതീക്ഷയുടെ, പ്രത്യാശയുടെ കിരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ആ ഹോപ്പ് സോങ് ആണ് ഇനി നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിവിടെ ഇതാ അവതരിപ്പിക്കാൻ പോകുന്നത്. नशतर रात खत्म चमका नूर रोशन मेरे आँख की नमी बूंद दरिया बनी ठहरे तूफान का जब हो रहमत खड़ी जब वो मेहरबान कश्ती मेरी लहरों के पार है करम बरसा आसमां खुल गया नीला मौसम चुप है अब सारे വലിയൊരു കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ഹോപ്പ് സോങ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിവിടെ ഇതാ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. സാറ് തന്നെയാണ് 5 ലാംഗ്വേജസിലും ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. ആൻഡ് സർ, ക്യാൻ യു ടെൽ മോർ അബൌട്ട് ദിസ് സോങ് ഫോർ us actually? The song actually came as the end credit song when Blessy sir wanted a song which unites everyone, unites all the languages, because all the languages culminate and say the same thing, that there is light at the end of the tunnel, there is hope, there is a blessing, there is a blessing. എന്തൊരു പോസിറ്റിവിറ്റിയാണല്ലേ ഈ ഒരു വേദിയിൽ നിറയ്ക്കുന്നത്. ഒരു ബെറ്റർ വേൾഡിന് വേണ്ടി ഒരുമിച്ച് നിന്ന് തന്നെ ആടുജീവിതത്തിൻ്റെ ഈ ഒരു കംപ്ലീറ്റ് ഫാമിലി അത് തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്. ആ ഒരു വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ട് പലായനം എന്ന് പറയുന്നത് ഓരോ മനുഷ്യൻ്റെയും പ്രതീക്ഷകൾക്ക്, സ്വപ്നങ്ങൾക്ക് ഇതാ പ്രതീക്ഷ നൽകിക്കൊണ്ട് തന്നെ ഹോപ്പ് സോങ് ആണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങളിവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. 5 ലാംഗ്വേജസിലും സാറ് തന്നെയാണ് ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. സോ
നമ്മുടെ പ്രൊമോഷണൽ ആക്ടിവിറ്റിയുമായിട്ട് അനുബന്ധിച്ചാണ് ഞങ്ങൾ ഈ ഒരു സോങ് നിങ്ങൾക്ക് മുന്നിൽ റിലീസ് ചെയ്യുന്നത്. ആൻഡ് താങ്ക് യു സോ മച്ച് സർ. Thank you. I just also want to thank Prasan Joshi who wrote the Hindi version of Aadu Jeevitham, and he's not charged anything. He loved the whole script. He loved Blessy so much. He said, I'm not going to charge for this. Thank you, Prasan Joshi. You're very kind. ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി നൽകുകയാണ് ഞങ്ങൾക്ക് വേണ്ടി. ശരിക്കും പറഞ്ഞാൽ AR റഹ്മാൻ എന്ന് പറയുന്ന ഈ ഒരു വിസ്മയം നമുക്ക് വേണ്ടി ഇവിടെ ഇതാ മലയാളത്തിന് വേണ്ടി ആടുജീവിതം ദ ഗോഡ് ലൈഫിന് വേണ്ടി ഈ ഒരു വേദിയിലെത്തി ഹോപ്പ് സോങ് നമുക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തു. താങ്ക്സ് എ ടൺ സർ. താങ്ക് യു. താങ്ക്സ് അഗൈൻ. താങ്ക് യു സോ മച്ച്. ഇനി ഈ വേദിയിലേക്ക് വിളിക്കാൻ പോകുന്നത് നജീബ് കണ്ടതിനേക്കാൾ നജീബിന് ചുറ്റുമുള്ളതെല്ലാം തന്നെ പകർത്തി നമ്മളിലേക്ക് എത്തിക്കുന്ന ആ ദൃശ്യ മികവിൻ്റെ കാരണക്കാരനെയാണ്. ഞങ്ങളുടെ ഈ ഒരു യാത്രയിൽ ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും നൽകി നമ്മളോടൊപ്പം തന്നെ ട്രാവൽ ചെയ്ത ഞങ്ങളുടെ സിനിമറ്റോഗ്രാഫറെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ഒരുങ്ങുന്നത് സുനിൽ KS. നിറഞ്ഞ കൈയടി നൽകിക്കൊണ്ട് തന്നെ ഞങ്ങളുടെ ആടുജീവിതം ദ ഗോഡ് ലൈഫിൻ്റെ സിനിമറ്റോഗ്രാഫർ സുനിൽ KS. ബ്ലെസ്സി സാർ ജീവൻ നൽകി രൂപപ്പെടുത്തിയെടുത്ത ആടുജീവിതം അത് ക്യാമറയിൽ പകർത്തി നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. സാറിന് ഈ ഒരു മൊമെൻ്റ് എത്ര മാത്രം അഭിമാനം നൽകുന്നുണ്ട് സാർ? ഐ എം വെരി പ്രൗഡ് ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. നിങ്ങൾ കാണുന്ന ഓരോ ഫ്രെയിമിന് പുറകിലും ഒരുപാട് പേരുടെ അധ്വാനമുണ്ട്. വളരെ കഷ്ടപ്പാടും പറഞ്ഞ പോലെ വർഷത്തിലൊരു 2 മാസം മാത്രം നമുക്കിവിടെ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എക്സ്ട്രീം ഹാർഷ് കണ്ടീഷൻസും ഇതിനൊക്കെ തരണം ചെയ്ത് ഈ ഫിലിം പൂർത്തിയാക്കിയ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെ താങ്ക്സ്. കാരണം ഇതിനോടകം തന്നെ ട്രെയിലറിന് മികച്ച അഭിപ്രായമാണ് സാർ നേടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് പബ്ലിഷ് ചെയ്ത് വിത്തിൻ അവേഴ്സ് തന്നെ മില്യൺസ് ഓഫ് വ്യൂസ് ആണത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രതികരണമൊക്കെ കേൾക്കുമ്പോഴത്തേക്കും മാർച്ച് 28 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാകുന്നത്. സോ സാറിന് എന്തെങ്കിലും വിഷ്? നമ്മുടെ പൃഥ്വി ഈസ് ഓൾ ഹിയർ. കാരണം ആ ഒരു ഹാർഡ്ഷിപ്പ് കണ്ട ഒരാൾ കൂടിയാണ് സാർ എന്ന് പറയുന്നത്. ഒരുപാട് കഷ്ടപ്പെടുത്തുന്നു രാജൻ, സോറി ഒത്തിരി. കാരണം നമ്മളൊരു നോൺ ലീനിയർ ടൈപ്പിലായിരുന്നു ഷൂട്ടിംഗ് ഒക്കെ. ഇടയിലുള്ള ഷോട്ടുകളൊക്കെ ലൈറ്റിനനുസരിച്ച് പുള്ളി എല്ലാം കഷ്ടം സഹിച്ചും അതൊക്കെ നമുക്ക് വേണ്ടി വളരെ താങ്ക്സ്. അതേപോലെ റഹ്മാൻ സാറിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ, ബിഗ് ഫാൻ ഓഫ് യു. മദ്രാസ് മെയിലൊക്കെ ട്രെയിന് വെയിറ്റ് ചെയ്ത് കാസറ്റ് ഫസ്റ്റ് വാങ്ങിയ ആളാണ്, ഈ ഇന്ത്യൻ്റെയൊക്കെ കാസറ്റ് ഫസ്റ്റ്. താങ്ക് യു സോ മച്ച് സാർ. എന്തായാലും 28 സാറിൻ്റെ മാജിക് കാണാനായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു. ഇനി അടുത്തതായിട്ട് നമ്മുടെ ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സിനെയാണ് വേദിയിലേക്ക് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത്. മിസ്റ്റർ KC ഈപ്പൻ ആൻഡ് മിസ്റ്റർ പ്രഭാകർ സുന്ദരം. ടു മാർക്ക് ദിസ് സ്പെഷ്യൽ ഒക്കേഷൻ we extend a warm invitation to our esteemed executive producers Mr. Prabhagar and ഈപ്പൻ. ഇരുവരും വേദിയിലെത്തി. യെസ് സർ. കാരണം തുടക്കം തൊട്ട് തന്നെ ഈ ഒരു യാത്രയിലൊപ്പം ഉണ്ടായിരുന്ന ഇതാ അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് നമ്മളിങ്ങനെ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഒരു ഫൈനൽ ഔട്ട് ഇറങ്ങാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയാകുന്നു. സർ പ്ലീസ്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് പലരും പറഞ്ഞു കഴിഞ്ഞു. അത് വീണ്ടും പറഞ്ഞ് ഞാൻ സമയം കളയുന്നില്ല. പക്ഷേ ഞാൻ ഓർക്കുന്നു 2019 ആ കൊടും തണുപ്പത്തും കൊടും ചൂടിലും ഞങ്ങൾ ഷൂട്ട് ചെയ്തു. അത് കഴിഞ്ഞ് 2020 രാജു 30-32 കിലോ കുറച്ചു. അപ്പം ഞാനും ബ്ലെസ്സി സാറും കൂടെ ഒരു തീരുമാനം എടുത്തു, ഞങ്ങൾ ഫാസ്റ്റ് ചെയ്യാൻ. അങ്ങനെ രാജുവിന് വേണ്ടി ഞങ്ങൾ 19-ലും 20-ലും 21-ലും 22-ലും ഇപ്പോൾ 24-ാമത്തെ 2024-ലും ഞങ്ങൾ ഫാസ്റ്റിംഗ് തുടരുവാണ്. രാജു എടുത്ത കഷ്ടപ്പാട് മറക്കാനൊക്കത്തില്ല. ആ തണുപ്പത്ത് ഞാൻ 5 ലെയറൊക്കെയാണ് ഇടുന്നത്. ബട്ട് ഐ കുഡൻ സ്റ്റാൻഡ് ദ കോൾഡ് വെദർ. ബട്ട് രാജുവിന് കോസ്റ്റ്യൂം ഡിസൈനർ കൊടുത്ത ആ ഡ്രസ്സിൽ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ഹി വാസ് സഫറിങ്. ബട്ട് അതൊക്കെ അതിജീവിച്ച് രാജു അതിനകത്ത് അഭിനയിച്ചു. അതിന് ഒരുപക്ഷെ ഞാൻ അതിനകത്തൊരു നിമിത്തമായി ഞാൻ ഓർക്കും. ബ്ലെസ്സി സാറിൻ്റെ ഡിമാൻഡ് ഭയങ്കരമാണ്.
ഈ രാജുവിനെ തണുപ്പത്ത് നിർത്തും, ഞങ്ങളെ എല്ലാവരും തണുപ്പത്ത് നിർത്തും. അതിനെല്ലാം ഉത്തരവാദി ഒരുപക്ഷെ ബെന്യാമിൻ സാറായിരിക്കും. നജീബ് എന്ന ഒരാളുടെ കഷ്ടപ്പാട് കഥയാക്കിയപ്പോൾ ഞങ്ങൾ 100-200 പേര് 5-6 വർഷം കഷ്ടപ്പെടേണ്ടി വന്നു. എനിവേ, there are a lot of people who has sacrificed, contributed to this film beyond their duty. I can say Rahman sir, in his busy schedule, he was there 3 days with us. In his busy schedule, he was here with us for last week 2 days. Then Talib sir, Rick, Jimmy sir, when I last 2 weeks back when I called him, can you please come down for the audio launch and the promotion of the, he said it is difficult. But in the midnight he sent me a mail after consulting his agent Stephen, brother, I will come there for 2 weeks. I have arranged to reschedule all my schedules. Hats off to you, man. Thank you very much. Anyway, ഒത്തിരി പേര് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. And sir, yes sir. இவ்வளோ தூரத்துக்கு மலையாளம் புரியும், ஆனால் பேச வராது. தமிழ்ல மட்டும் பேசியா போதும் சார், நோ ப்ராப்ளம். ஒரு 2 மணி நேரமாக எல்லாரும் எவ்வளோ கஷ்டப்பட்டாங்க, யாரெல்லாம் கஷ்டப்பட்டாங்க, பிளெஸ்ஸி எவ்வளோ கஷ்டப்படுத்தினாரு எல்லாரும் சொன்னாங்க. ஆனஸ்ட்லி எனக்கு இப்போது கஷ்டமெல்லாம் முடிஞ்சு போச்சா, கஷ்டமெல்லாம் போச்சு. அழகான ஒரு படம் இருக்குது. All I want to talk about is a beautiful film that is waiting to be seen. I don't really care for who is logged. Everybody has. Okay, Raju has logged a bit more than everybody, but everybody has logged. Blessy personally has tortured 200 people. I don't care. All I care about is there is a beautiful film that deserves to be seen. And the only reason why 200 people stood by it for 4 years is because it's worth creating one film that deserves to be seen. Thank you. കോവിഡ് സമയത്ത് നിങ്ങൾ കൊറോണ ഡേയ്സ് എന്നുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കാണും. പക്ഷേ ആക്ച്വലായിട്ടുള്ളത് അതിലും വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത മരുഭൂമിയിലെ ഒരു മാലാഖയുണ്ട്. അതാണ് ഞങ്ങളുടെ സനൽ സാർ, എൻ്റെ സനലേട്ടൻ. അതേപോലെ KG എബ്രഹാം സാറും കാണാമറയത്തിരുന്ന് ഞങ്ങളെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നന്ദി. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു വേദിയിലെത്തിയത്. ഇനി അടുത്തതായിട്ട് നിങ്ങളെല്ലാവരും കാണാനും കേൾക്കാനും കൊതിക്കുന്ന പോലെ ആ ഒരു ഗാനത്തിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ആടുജീവിതത്തിന് വേണ്ടി കമ്പോസ് ചെയ്ത ആ ഒരു ഗാനമാണ് നിങ്ങൾക്ക് വേണ്ടി ഇനി പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ഡ്യുവറ്റ് ഗാനം കൂടിയാണ്. എല്ലാവരും എന്തിനോ വേണ്ടി ഒരു കാത്തിരിപ്പ് എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. സ്നേഹത്തിന് വേണ്ടി, പ്രണയത്തിന് വേണ്ടി, കരുതലിന് വേണ്ടി ആ ഒരു കാത്തിരിപ്പാണ് ഇനി നിങ്ങളിലേക്ക് സംഗീതമായിട്ട് ഇവിടെ ഇതാ പെയ്തിറങ്ങാൻ പോകുന്നത്. 2017 ഞാൻ ആദ്യമായി റഹ്മാൻ സാറിനെ പരിചയപ്പെടുന്നതും ആടുജീവിതത്തിലെ ഒരു പാട്ടിൻ്റെ വിഷ്വലുകളടങ്ങിയ ഒരു സ്റ്റോറി ബോർഡുമായിട്ടാണ് ഞാൻ നജീബിൻ്റെയും സൈനുവിൻ്റെയും നാട്ടിലെ ജീവിതത്തിനെക്കുറിച്ച് ഉള്ള ഒരു പാട്ടിനായിട്ട് ഞാൻ സമീപിക്കുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഒരു 3-4 പാട്ടുകൾ എൻ്റെ മുന്നിൽ തന്നിട്ട് കൺസോളിൽ നിന്ന് അദ്ദേഹം ഇറങ്ങിപ്പോയി. ഇതിലേതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യൂ, വീണ്ടും ആവർത്തിച്ച് കാണാം എന്ന് പറഞ്ഞിട്ട് എനിക്ക് അതിൻ്റെ ബട്ടണുകളും ഒക്കെ കാണിച്ചു തന്നിട്ട് അദ്ദേഹം സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് പോയി. ഞാൻ ആ പാട്ടുകളൊക്കെ കേട്ടു. എല്ലാം വളരെ മനോഹരമായ പാട്ടുകൾ. വീണ്ടും പല ആവർത്തി കേട്ടു. അപ്പം ഒരു റഹ്മാൻ സാറുമായിട്ടുള്ളൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരു സെലക്ഷൻ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു ചെറിയ മനസ്സിലൊരു വലിയൊരു ഖനമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ പെട്ടെന്ന് ഒരു പാട്ട് സെലക്ട് ചെയ്തു. അതൊരു ഫീമെയിൽ ഹമ്മിങ് ആയിരുന്നു. ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചിട്ട് ഇതാണ് എനിക്ക് താല്പര്യപ്പെട്ടത് എന്ന് ഞാൻ പറയുകയുണ്ടായി. I was very curious why he picked up the tune, and I was about to ask him. Then I looked at his face and I understood that here's a man who's so passionate about filmmaking, about his story, and he knows it all. Who am I to question? I was pleased. അകലങ്ങളിൽ തനിച്ചാകുമ്പോൾ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നെഞ്ചിൽ സൂക്ഷിക്കുന്ന ഒരു പെണ്ണിൻ്റെ മൂളക്കമായിരിക്കും. അതിന്
പ്രണയത്തിൻ്റെ നനവുണ്ടാകും. യെസ്, സാറ് പറഞ്ഞതുപോലെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതുപോലെ ആട് ജീവിതത്തിന് വേണ്ടി ആദ്യമായിട്ട് നമ്മൾ ചെയ്ത ഗാനമാണ് ഇനി നിങ്ങൾ കേൾക്കാനും ആസ്വദിക്കാനും പോകുന്നത്. ഇതൊരു ഡ്യുവറ്റ് ഗാനം കൂടിയാണ്. ഇത് ആലപിച്ചിരിക്കുന്നത് ചിന്മയും വിജയ് യേശുദാസും ചേർന്നാണ്. ഇരുവരെയും ഈ ഒരു വേദിയിലേക്ക് നിറഞ്ഞ കയ്യടിയോടെ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. നല്ലൊരു കയ്യടി നൽകിക്കൊണ്ട് തന്നെ ഈ ഒരു ഗാനം ആലപിച്ച ചിന്മയ് ആൻഡ് വിജയ് യേശുദാസ്. എല്ലാവർക്കും നമസ്കാരം. വിജയ് ആൻഡ് ചിന്മയ് ആണ്. എങ്ങനെയുണ്ടായിരുന്നു വിജയ്? പ്ലീസ്, കാരണം റഹ്മാൻ സാറുമായിട്ട് കൊളാബ് ചെയ്യുന്നു. ദേ വീണ്ടും ആടുജീവിതം എന്ന് പറയുന്ന ലോക മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രത്തിന് വേണ്ടി ആദ്യമായിട്ട് കമ്പോസ് ചെയ്യപ്പെട്ട ഗാനം ആലപിക്കുന്നു. എന്ത് തോന്നുന്നു വിജയ് ഈ ഒരു മ്യൂസിക് ലോഞ്ചിൻ്റെ ഈ ഒരു വേദിയിൽ നിൽക്കുമ്പോൾ? വിജയ് നീങ്ങ തന്നെ. എല്ലാവർക്കും നമസ്കാരം. വളരെ സന്തോഷം. ആദ്യമായിട്ടാണ് റഹ്മാൻ സാറിനൊപ്പം നമ്മുടെ നാട്ടിൽ ഒരു സോങ് നിങ്ങൾക്ക് മുന്നിൽ ആലപിക്കാൻ പോകുന്നത്. സാറിൻ്റെ കൂടെ, സാറിനൊപ്പം ഒരു വേദിയിൽ. സോ അതിനൊരു വലിയൊരു നന്ദി ബ്ലസ്സി സാറിനും ദ എൻറ്റയർ ടീം ഓഫ് ഗോട്ട് ലൈഫ്. ആടുജീവിതം എന്നുള്ള ഈ പാട്ട് ആക്ച്വലി മലയാളം പാടിയിട്ട് 2.5 വർഷമായി. ഐ തിങ്ക് ചിന്മയി 6 വർഷം മുമ്പ് പാടിയതാണ്. പിന്നെ അതിൻ്റെ തമിഴും ഇതൊക്കെ ഞങ്ങൾ ഈ ഇടയ്ക്ക് പാടിയതേ ഉള്ളൂ. സോ ലുക്കിംഗ് ഫോർവേഡ് ടു പെർഫോമിംഗ് ദിസ് ഫോർ ഓൾ ഓഫ് യു ആൻഡ് ഐ ഹോപ്പ് യു ലവ് ദിസ് സോങ് ജസ്റ്റ് ആസ് മച്ച് ആസ് വി ഡു. I'm truly grateful. It was a beautiful experience to have been a part of that composing exercise with Blessy sir and Rahman sir, and I've said this in many places. Rahman sir is my guru and I have always looked up to him. He's my mentor, and I have, after a very long gap, been blessed to be singing in this film, and I'm truly grateful for this opportunity to my guru Rahman sir and the director and the entire team. Let's go. ഇവർ രണ്ടുപേരും തന്നെയാണ് 3 ലാംഗ്വേജസിലും ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. 5 ലാംഗ്വേജസിൽ 4 5 ലാംഗ്വേജസിലും ചിന്മയാണ് പാടിയിരിക്കുന്നത്. 4 ലാംഗ്വേജസിൽ വിജയാണ് പാടിയിരിക്കുന്നത്. സാറ് പറഞ്ഞു ആ ഒരു നനവ് നമ്മളിലേക്ക് എത്താൻ പോവുകയാണ്. അപ്പം നമുക്ക് അതിലൊന്ന് ലയിച്ച് അലിഞ്ഞു ചേർന്നാലോ? റെഡിയാണോ? ആ പെർഫോമൻസ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഗാനം ആസ്വദിക്കാനായിട്ട് വിജയ് യേശുദാസ് ആൻഡ് ചിന്മയ്. തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതെന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ എൻ മനമാകുമി പെൺമണലാകെ നിൻ ചിരിയാമിളവയിലലയിൽ മിന്നി ഓരായിരം മലരുതിർന്നു വീണൊരു നിലാശയിൽ തരിവളകളുടൻ കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്ക പോലെ ഒന്നിച്ചിരുന്നു തീരാതെന്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ. ആദ്യരാവിൻ ദാഹമിന്നും മാറിടാതോർമ്മയിൽ കാലവർഷം പോലെ പെയ്തു നീരൊഴുക്കാൻ മാറി ഞാൻ ഓമലാളെ നിന്നെ മാത്രം തേടി ഞാൻ. കുളിരായിതാ ഈ മൃദുടലിന് ചിറകിന തൊടാൻ പൊതിയുവാൻ വരും അതിവരുമോ പുഴയിലലയ ചൊഴിയായി കഴിയുവാൻ പകലിരവുകളിൽ
ആറ്റുവഞ്ചി പൂക്കളാകെ ആടി നിൽക്കും തെന്നലിൽ ഓടി വന്നു നിൻ സുഗന്ധം പാരിജാതം പൂത്തുപോയി കോമലാളെ പൂനിലാവിൽ മുങ്ങി ഞാൻ. കിനാവ് കാണും കണ്ണിലാകെ തുള്ളിത്തുളുമ്പി മോഹം പൊയ്തു പോലെ ഒന്നിച്ചിരുന്നു തീരാതിൻ്റെ ദാഹം നിന്നെ പുണർന്നു നീന്തി നീരിലൂടെ. നജീബിന്റെ സൈനൂനെയാണ് നമ്മൾ ഇനിതാ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. കയ്യടി നൽകിക്കൊണ്ട് തന്നെ ലെറ്റ്സ് വെൽക്കം അമല പോൾ. സൈനൂന് ഇതുപോലെ ഒരു കുഞ്ഞി വാവേനെ കൊടുത്തിട്ട് നജീബ് 2018 പോയതാണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സീയിങ് നജീബ് അഗൈൻ ആൻഡ് സീയിങ് ദ എൻറ്റയർ ക്രൂ അഗൈൻ. I feel it's a divine coincidence that, you know, ഈ പടത്തിൻ്റെ audio launch and the movie is releasing and I am also having a baby inside my tummy. It really feels like a divine coincidence. 2018 എനിക്ക് തോന്നുന്നു ബ്ലെസ്സി സാറിൻ്റെ ഒരു കോൾ അമലയ്ക്ക് വരുന്നത് ആടുജീവിതത്തിൻ്റെ. അത് കഴിഞ്ഞ് ഇത്രയും വലിയൊരു യാത്രയിൽ ദേ ഇപ്പം നമ്മൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. 28 ഗ്ലോബൽ റിലീസിന് വേണ്ടി ആടുജീവിതം ഒരുങ്ങുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ നിങ്ങളെ രണ്ടുപേരെയും കൂടെ കാണാനായിട്ട്. കാരണം അതിൻ്റെ കുറച്ച് ഗ്ലിംസസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളൂ. ഭയങ്കര ഒരു ഇൻറ്റൻസിറ്റിയിലുള്ളൊരു പ്രണയ കഥയാണോ നിങ്ങൾക്കുള്ളത്? എന്തെങ്കിലും ഒരു ഇത് പറയാൻ പറ്റുമെങ്കിൽ മതി കേട്ടോ. കാരണം ഞങ്ങളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എത്ര ഡെപ്തിലാണ് ഈ പറഞ്ഞ പോലെ സൈനുവും നജീബും ഒക്കെ നമ്മളിനി കാണാൻ പോകുന്നത്. എനി ക്ലൂ ഓർ സംതിങ് ലൈക്ക്? എല്ലാവർക്കും നമസ്കാരം. ഫസ്റ്റ് ഓഫ് ഓൾ ഫീലിംഗ് വെരി വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ബ്ലെസ്ഡ് ടു ബി ഹിയർ. ഞാൻ ആക്ച്വലി ആടുജീവിതത്തിൻ്റെ ഹണിമൂൺ ഫേസിലുള്ള ആളാണ്. എനിക്ക് നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ സോങ് ഇതാണ് എൻ്റെ ആടുജീവിതം. നമ്മൾ ഷൂട്ടിംഗ് സ്കെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്തത് നല്ല പച്ചപ്പും ഹരിതാപവും ഒരുപാട് വെള്ളവുമുള്ള നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഇതിൻ്റെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് ദെൻ ഐ തിങ്ക് ആഫ്റ്റർ ദാറ്റ് ദ റിയൽ ചാലഞ്ചിങ് സ്കെഡ്യൂൾ സ്റ്റാർട്ടഡ്. അപ്പോൾ എനിക്ക് എൻ്റെ ആടുജീവിതം ഇതാണ് ഇൻ മൈ മെമ്മറീസ് ആൻഡ് ഇറ്റ് വിൽ സ്റ്റേ ലൈക്ക് ദിസ് ഓൾവേസ്. ബട്ട് ഓഫ് കോഴ്സ് അത് കഴിഞ്ഞിട്ട് 2021 അഗെയിൻ ചെന്നൈയിൽ വെച്ചിട്ട് ഡബ്ബിങ് പാച്ച് വർക്കിന് പോയപ്പോഴാണ് ഞാൻ ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്ത സീൻസ് എല്ലാം കണ്ടത്. ആൻഡ് ഐ വാസ് ആസ് ഷോക്ക്ഡ് ആസ് യു നോ ഓൾ ഓഫ് യു. തീർച്ചയായിട്ടും. കാരണം ബെന്യാമിൻ സാറിൻ്റെ ആടുജീവിതം വായിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ചെറിയൊരു ചാപ്റ്ററിലാണ് സൈനു ഒതുങ്ങുന്നത്. പക്ഷെ അത് സിനിമയായിട്ട് മാറിയപ്പോൾ സൈനു എത്രത്തോളം വളർന്നു കാണും അമല? എനിക്ക് ആക്ച്വലി വിവേക് കോൾ മീ ഫോർ ദിസ് പ്രോജക്റ്റ് ആൻഡ് ഞാൻ ആടുജീവിതം ബുക്ക് അപ്പോഴാണ് ആദ്യമായിട്ട് വായിക്കുന്നത്. ഒരു 3 hours ഫ്ലൈറ്റ് ലൈക്ക് കൊച്ചി ടു ഡൽഹി ഐ വാസ് ട്രാവലിംഗ് ആൻഡ് ആ 3 hours ഫ്ലൈറ്റിൽ ഒറ്റയടിക്ക് വായിച്ച ഒരു ബുക്കാണ് ആടുജീവിതം. ആൻഡ് അതിൻ്റെ അവസാനമായപ്പോഴത്തേക്കും ഐ വാസ് റിയലി റിയലി ഇമോഷണൽ ആൻഡ് ഓവർവെൽംഡ്. ആൻഡ് എനിക്ക് ഒരേ ഒരു കാര്യം മനസ്സിലുണ്ടായിരുന്നുള്ളൂ, എനിക്ക് എങ്ങനെയെങ്കിലും ഈ സിനിമയുടെ ഭാഗമാവണം.
അന്ന് ഇതൊരു സിനിമയായിരുന്നു, ബട്ട് ഇന്ന് ഇറ്റ് ഹാസ് ടേൺ ഔട്ട് ടു ബി എ മാസ്റ്റർ പീസ്. ആൻഡ് ബ്ലെസ്സി ചേട്ടനെ എനിക്ക് ആക്ച്വലി കുഞ്ഞിലെ, ഐ മീൻ നോട്ട് കുഞ്ഞിലെ, ബട്ട് ലൈക്ക് ഞാൻ ഫിലിമിൽ എൻ്റെ കോളേജ് ഡേയ്സ് ഫിലിമിലേക്ക് ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ് ബ്ലെസ്സി ചേട്ടനെ. ആൻഡ് ഐ ഓൾവേസ് ഡ്രെംറ്റ് ഓഫ് വർക്കിംഗ് വിത്ത് ഹിം, ഓൾവേസ് വാണ്ടഡ് ടു വർക്ക് വിത്ത് ഹിം. ആൻഡ് ഈ ഒരു ഫിലിമിലൂടെ എൻ്റെ ആ ഒരു ഡ്രീം, അതും ഇങ്ങനത്തെ ഒരു ഫിലിമിലൂടെ, ആടുജീവിതം പോലത്തെ ഒരു ഫിലിമിലൂടെ എൻ്റെ ആ ഡ്രീം നടന്നു എന്നുള്ളതിൽ ഐ എം വെരി വെരി ഗ്രേറ്റ്ഫുൾ. ആൻഡ് റോബിൻ പറഞ്ഞ പോലെ ബ്ലെസ്സി ചേട്ടൻ്റെ അന്യൻ ഫേസ് കണ്ടിട്ടില്ല. ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ ബ്ലെസ്സി ചേട്ടൻ്റെ അമ്പി ആൻഡ് റെമോ ഫേസ് ആയിരുന്നു. ബിക്കോസ് എവറിബഡി നോസ് ഹീസ് ലൈക്ക് സച്ച് എ ലവർ. ലൈക്ക് ബ്ലെസ്സി ചേട്ടൻ്റെ ഫിലിമിലെല്ലാം പ്രണയം ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആൻഡ് ഷൂട്ടിൻ്റെ ഇടയിലും ഐ വാസ് സീയിങ് ദാറ്റ് വേർഷൻ ഓഫ് ബ്ലെസ്സി ചേട്ടൻ. പിന്നെ ഈ മേക്കിങ്ങിലൊക്കെയാണ് ഞാൻ കണ്ടത്, യുനോ വാട്ട് എവർ ദേ വെൻ ത്രൂ. നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ ആക്ച്വലി സ്റ്റേറ്റ് സിലബസിലാണ് പഠിച്ചത്. അപ്പോൾ ദർ വാസ് ദിസ് ഇൻ്റർനാഷണൽ സിലബസിലുള്ളവർക്കൊരു ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാം ഉണ്ടാവും. സോ അന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, യുനോ എനിക്കും അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ കൾച്ചറൽ എക്സ്ചേഞ്ച് പ്രോഗ്രാമിന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ. സോ ഐ തിങ്ക് ആടുജീവിതം ഇസ് ലൈക്ക് എ മാനിഫെസ്റ്റേഷൻ ഫോർ ദാറ്റ് ഫോർ മീ. I was like this kid, like a junior, you know, learning all the masters, അവരുടെ ക്രാഫ്റ്റ് കണ്ട് പഠിച്ച്. For me it was like ഒരു അക്കാഡമിയിൽ പോയി പഠിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും, യുനോ ഈച്ച് ടെക്നീഷ്യൻസിൻ്റെ അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ പാഷൻ ഫോർ ഫിൽം മേക്കിംഗ്. And all that really really inspired me, and there was a lot of takeaway for me as an actor. And Raman sir, I'm a huge fan of you. It's a huge honor for me and a huge blessing for me to be a part of one of your song and album, to have a film where it's your album. And yeah, I could also hum in this song actually. ഞാൻ പാടി കൊളാക്കിയിട്ടില്ല, but there is ഇല്ല ഷൂട്ടിൻ്റെ സമയത്ത് തന്നെ ഞാൻ ഭയങ്കര മോശമായിട്ടാണ് മൂൾ ചെയ്തത്. ആൻഡ് പൃഥ്വി വാസ് ആക്ച്വലി ടീച്ചിങ് മീ ഹൗ ടു ഹം പ്രോപ്പർലി. യാ, സോ ലോട്ട്സ് ഓഫ് സ്വീറ്റ് മെമ്മറീസ്. ആൻഡ് വർക്കിംഗ് വിത്ത് റസൂലിക്ക, യുവർ ക്രേസി പാഷനറ്റ് dedication for your work. And coming to Prithvi and Blessy is like a dangerous combination, because Prithvi is somebody who's like always asking for give me more challenges kind of a person. ഞങ്ങൾ കേരള സ്കെഡ്യൂളിൽ ഷൂട്ട് ചെയ്തപ്പോഴും I still have that very strong memory. പൃഥ്വിൻ്റെ ഒരു സീനിലൊരു I think he had to jump from a 100 feet tall building, like really tall building. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്കായിരുന്നു കോൾ ടൈം, ബിക്കോസ് മോർണിംഗ് ഇറ്റ് വാസ് ഹിസ് ഷോട്ട്സ്. അപ്പോൾ ഉച്ചയ്ക്ക് വെൻ ഐ കെയിം ഞാൻ വിചാരിച്ചത് കഴിഞ്ഞിട്ടുണ്ടാവുമെന്ന്. അപ്പം AD വാസ് ടെല്ലിങ് ഇല്ല പൃഥ്വി എവിടെയെന്ന് ചോദിച്ചപ്പോൾ ഹീസ് ലൈക്ക് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പോലും പറ്റത്തില്ല. ഐ കുഡ് ഈവൻ സീ ഹിം, അത്ര ടോൾ ബിൽഡിങ്ങിലാണ്. അപ്പം ആൻഡ് ദെൻ ദ AD വാസ് കോളിങ് 6th take or something. അപ്പോൾ ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ്ങിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്നാണ് ചാടുന്നത്. അപ്പോൾ ഐ കുഡൻ ഈവൻ സീ ഹിം. സോ ഞാൻ മോണിറ്ററിൽ പോയി നോക്കുവാണ് ടു സീ ഹിം. ആൻഡ് ഹീ സിറ്റിംഗ് ദെയർ, ഒരു മുണ്ട കൊടുത്തിട്ട് നമ്മൾ ഈ ചായയും പഴംപൊരിയൊക്കെ നല്ല വ്യൂ എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ലാഘവത്തോടെയാണ് ഇരിക്കുന്നത്. ആൻഡ് ദെൻ ഹീ കംസ് ഫ്രം ദെയർ ആൻഡ് ദെൻ ഈസ് ലൈക്ക് റെഡി ആയിട്ടുള്ള ഓക്കെ ആയിട്ടുള്ള 1-2 ടേക്ക് കൂടെ പോകേണ്ടി വരും, 1-2 ചായയും കൂടെ കുടിക്കേണ്ടി വരും എന്ന് പറയുന്ന പോലെയാണ്. സോ ഹീസ് ലൈക്ക് I experienced that with him. Like Kerala schedule, it was not that intense, but still his dedication as an actor, his patience, his determination, his hard work. Even though he says he's not a method actor, I could only see Najib. എനിക്കിപ്പോഴും പൃഥ്വി നജീബാണ്. പൃഥ്വി comes later, and I'm really so happy for him, and I really hope that this movie turns out to be the best film for his career and his dedication. And the dangerous combination of Prithvi and Blessy is like, ഞങ്ങളുടെ ഈ ലവ് സോങ്ങിൽ തന്നെ ബ്ലെസ്സി ആയിട്ടൊരു ഡിസ്ക്രിപ്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു, പ്രണയം കൊണ്ട് നജീബിൻ്റെ മീശ കടിച്ചെടുക്കുകയാണ് സൈനു എന്ന്. അത് പ്രണയത്തിൻ്റെ ഡെപ്താണ്. അപ്പം ഈ ഡെസേർട്ട്സിലൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ, അത്രയും ചാലഞ്ചിങ് സീൻസ് ഷൂട്ട് ചെയ്യുമ്പം, അതുപോലെ തന്നെ ആ അന്യൻ്റെ ഒരു ഡെപ്തിലേക്കും ബ്ലെസ്സി ആയിട്ട് പോയിട്ടുണ്ടാവും, ഐ എം ഷുവർ.
So yeah, this two combo, and like A.R. Rahman sir and Rasool sir and all the other combination of this super talented individuals, I think yeah, for me it's a huge honor. സുബോബ്, അപ്പോൾ എന്തായാലും അമലയ്ക്ക് ഇവിടെ ഇതാ നമ്മളൊരു പൊന്നാട ചാർത്തി അവനെക്കൊണ്ട് നമ്മൾ സ്നേഹം കൊണ്ടെന്ന് അറിയിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി മിസ്റ്റർ അരുൺ ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, അദ്ദേഹത്തെ വേദിയിലേക്ക് സാദരം ഇൻവൈറ്റ് ചെയ്യുന്നു. സത്യയുടെ പറഞ്ഞ പോലെ ബ്ലെസ്സിയേട്ടൻ്റെ ബോഡിക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നില്ല വിത്ത് ഹിസ് പാഷൻ ഫോർ വർക്ക്. സോ ഹീസ് ലുക്കിംഗ് മച്ച് മോർ ഹെൽത്തി നൗ, ആൻഡ് യാ, വിഷ് യു ഓൾ ദി ബെസ്റ്റ് സർ. ദിസ് ഈസ് ഗോയിങ് ടു ബി ദ ബെസ്റ്റ് film for you. I hope so, and I'm praying for that. താങ്ക് യു സോ മച്ച് അമല. ഇനി ഇവിടെ ഇതാ ഞങ്ങളുടെ മിസ്റ്റർ അരുൺ ബാബു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്, പൊന്നാട ചാർത്തി അമലയ്ക്കുള്ള ഒരു ആന്തരം, ഒരു സ്നേഹം അറിയിക്കുന്നത്. താങ്ക് യു. പൃഥ്വിരാജ് എന്ന് പറയുന്ന ആക്ടറാണ് ആടുജീവിതത്തിന് ശരി. ദ പ്രോജക്റ്റ് ഡിസേർവ്സ് യു ആസ് ആൻ ആക്ടർ. It deserves to get all the awards, but most of all, it deserves to get the love that Najib has for Sainu. ദൈവം എന്ത് ചെയ്താലും നമുക്ക് നല്ലതെന്ന് നമ്മൾ കാണും. വി ഹാവ് ടു accept that there is no negativity. If there is a negativity, there will be a positivity. Gokul, are you here? ഗോകുൽ, ഞാൻ പണ്ടെപ്പോഴും വായിച്ചിട്ടുണ്ട്, ഇപ്പോൾ 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ഒരു ഫേസിലാണ് നമ്മൾ ഇനി അഡൽഹുഡിലേക്കുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുക. ഈ ഒരു ഏജ് റേഞ്ചിൽ ഞാൻ ഈ ഒരു ഫേസിൽ ഞാൻ ആടുജീവിതത്തിന് സെറ്റിലായിരുന്നു. ആൻഡ് ഐ ലേൺ ഫ്രം ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ്.